നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിലെ രോഹിത്തിനെയും ഭവിതയും കൂടെ വിളിപ്പിച്ചിരിക്കുകയാണ് ശിവശങ്കരനും രാജീവനും അതുപോലെ തന്നെ ഗംഗാധരനും ഒക്കെ. കാരണം അവരോട് സംസാരിക്കണം, ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എത്ര നാളെന്ന് വെച്ചാൽ കൊല്ലപ്പള്ളി വീട്ടിൽ നിർത്തുന്നേ. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ ചോദിച്ചു, അല്ല നിങ്ങളുടെ ഭാവി പരിപാടി എന്താന്ന് ചോദിച്ചു. ഭാവി പരിപാടി എന്താന്ന് ചോദിച്ചു കേട്ടപ്പോൾ തന്നെ രോഹിത് പറഞ്ഞു, പഠിക്കണം, ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെന്ന് അറിയാലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയതേ ഉള്ളൂ. ഗംഗാധരൻ പറഞ്ഞു, അതല്ല, നിങ്ങളിവിടെ തന്നെ നിൽക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, നിങ്ങൾ തിരികെ പോകുന്നില്ലെന്ന് ചോദിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക്. അത് കേട്ടപ്പോൾ ഭവിത ചോദിച്ചു, അവിടെ ആരാ ഉള്ളത്, ഞങ്ങൾക്ക് അവിടെ ആരാ ഇരിക്കണമെന്ന് ചോദിച്ചു. ഗംഗാധരൻ ചോദിച്ചു, ആരുമില്ലേ നിങ്ങൾക്ക്, അവിടെ നിങ്ങളുടെ അച്ഛനില്ലേന്ന് ചോദിച്ചു. രോഹിത് പറഞ്ഞു, അച്ഛനുള്ളതും ഇല്ലാത്ത എല്ലാം കണക്കാ. നീ എന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല അവിടെ അവളുണ്ടല്ലോ, ആ അലീന. ഭവിത പറഞ്ഞു, അവളുള്ളിടത്തേക്ക് ഞങ്ങൾക്ക് പോകാനായിട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഗംഗാധരൻ ചോദിച്ചു, അതിന് അവള് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടില്ല പോലും. ആദ്യം അവൾ ആ വീട്ടിലേക്ക് കയറി വന്ന ജോലിക്കാരിയായിട്ടാ, പിന്നീട് അച്ഛൻ്റെ സഹായിയായി, അതിനുശേഷം ദത്തുപുത്രിയായി, ഇപ്പൊ കണ്ടില്ലേ രഹസ്യപുത്രിയായിരിക്കുന്നു. അവളെ കൊന്നുകളയാനുള്ള ദേഷ്യമുള്ളതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, എന്താടാ നീയൊക്കെ ഇങ്ങനെ പറയണേ? തെറ്റ് പറ്റാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും. പ്രായപൂർത്തിയായതിനു ശേഷം നിനക്കൊക്കെ തെറ്റു പറ്റിയിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബാലേന്ദ്രനും അങ്ങനെ ചില തെറ്റുകളൊക്കെ പറ്റി അന്യനാട്ടിൽ പോയി കടന്ന സമയത്ത്. അപ്പം അതിനകത്തൊരു കുഞ്ഞും ഉണ്ടായി. പിന്നീട് 10-23 വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് തിരികെ വന്നു കഴിയുമ്പോഴത്തേനും ബാലേന്ദ്രൻ എന്താ അതിനെ തള്ളിക്കളയണമായിരുന്നോ, കൊന്നു കളയണമായിരുന്നോ, അതൊക്കെയാണോ വേണ്ടിയിരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് രോഹിത് പറഞ്ഞു, അതെ അവിടെ പറ്റില്ല, ആ വീട്ടിൽ പറ്റില്ല, അവളെ എങ്ങോട്ടാന്ന് വെച്ചാൽ മാറ്റണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, എടാ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. രാജീവൻ പറഞ്ഞു, അതെ ഞങ്ങൾ ബാലേന്ദ്രനോട് പറയാം അവളെ എങ്ങോട്ടേക്കെങ്കിലും മാറ്റുന്ന കാര്യം. പക്ഷേങ്കിൽ നീ പറയുന്ന പോലെ കൊന്നു കളയാനൊന്നും പറ്റുന്ന കാര്യമൊന്നും അല്ലാന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത്തിന് നല്ല ദേഷ്യമായി. അപ്പോഴേക്കും ശിവശങ്കരൻ ചോദിച്ചു, അല്ല എന്തിൻ്റെ പേരില നിങ്ങൾ അലീനയെ വെറുക്കണേന്ന് ചോദിക്കണം. അത് കേട്ട ഭവിതയ്ക്ക് ഉത്തരവില്ല. ഭവിത രോഹിത്തിനെ നോക്കി പിന്നീട് പറഞ്ഞു, അതെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമില്ലെന്ന് പറയണം. അവൾ ഒറ്റ എഴുത്ത് കാരണം അമ്മയ്ക്ക് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അമ്മയ്ക്ക് അപകടം ഉണ്ടായത്. ഗംഗാധരൻ പറഞ്ഞു, അപകടം ഉണ്ടായെന്നോ? അലീന കാരണോ? ശരിക്കും പറഞ്ഞാലേ നിന്റെയൊക്കെ അമ്മയുടെ കയ്യിലിപ്പോ മൂലവാ. പച്ച പാതിരാത്രി 1:30 വണ്ടി എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങിയില്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭവിത പറഞ്ഞു, വീട് വിട്ടിറങ്ങാൻ കാരണം എന്താ? അച്ഛനല്ലേ, അച്ഛൻ അമ്മയെ ഇറക്കി വിട്ടോണ്ടല്ലേ. ഗംഗാധരൻ പറഞ്ഞു, നീ കണ്ടോ ഇറങ്ങിപ്പോകാനായിട്ട് അച്ഛൻ നിന്റെ അമ്മയോട് പറയുന്ന കേട്ടോന്ന് ചോദിക്കണം. അത് പിന്നെ അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു, പച്ച മലയാളത്തിൽ പറഞ്ഞ വൈജയ്ക്ക് നല്ല കുന്തളിപ്പ, തല്ല് കിട്ടാത്തതിന്റെ സൂക്കേടാ അതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശിവശങ്കരൻ ചോദിച്ചു, അല്ലാതെ അലീന കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഓ, അമ്മയ്ക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കും ഇഷ്ടമില്ല എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ രാജുവും പറഞ്ഞു, എന്താണെങ്കിലും നിങ്ങൾ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ പോകണമെന്ന് പറഞ്ഞു. രോഹിത് പറഞ്ഞു, ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന ശിവനങ്ങളല്ലേ, ശിവനങ്ങൾ പറയട്ടെ എന്ന് പറയണം. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, എൻ്റെ കാഴ്ചപ്പാടിൽ എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾ തിരികെ പോകണം തന്നെയാ. അല്ലെങ്കിലും കടപ്പാട്ട് വീടല്ലേ നിങ്ങളുടെ വീട്, നിങ്ങൾ വേറെ വീട്ടിലേക്കൊന്നും അല്ല കയറി പോകുന്നത്, സ്വന്തം വീട്ടിലേക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, അവിടെ പോകുന്ന ഞങ്ങൾക്ക് ഇഷ്ടമില്ല, അറിയാലോ അവളുള്ളിടത്തോളം കാലം അവിടേക്ക് പോകാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ? അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ പറയാം. പെട്ടെന്നൊന്നും ബാലേന്ദ്രൻ അലീനെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അലീനെ അവിടെ തന്നെ നിർത്തുവെന്ന് വെച്ചോ, ഒരു 5 വർഷത്തേക്ക് അലീനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നില്ലെന്ന് ബാലേന്ദ്രൻ കൂട്ടി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. ഉത്തരം മുട്ടി. അപ്പോഴേക്കും ശിവശങ്കരനോട് ഗംഗാധരൻ ചോദിച്ചു, അല്ല ശിവ, നീ ഇവർക്ക് ചെലവിനും കൊടുത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമോ, ഇവരെ പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. ശിവശങ്കരൻ പറഞ്ഞു, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറ്റില്ല. ഇവരുടെ അച്ഛനുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. കമലയോട് ചോദിച്ചു, കമലെ നീ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് ചോദിച്ചു. കമല ആകപ്പാടെ ഉത്തരം മുട്ടി. പിന്നീട് കമല പറഞ്ഞു, 5 വർഷമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, വേണമെങ്കിൽ ഒരു 5 മാസമെങ്കിലും ഞാൻ നോക്കാന്ന് പറഞ്ഞു. രോഹിത്തിനും ഭവിതയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കേട്ടില്ലേ പറഞ്ഞത്, ഇവർക്കൊന്നും നിങ്ങളെ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിലും നിങ്ങൾ വേറെ വീട്ടിലേക്കല്ലോ കയറി ചെല്ലുന്നേ. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, എങ്ങനെയാ ഇനി നാണം കെട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നേ? ഭവിത പറഞ്ഞു, അതെ നാണം കെട്ട് പോകാൻ ഞങ്ങൾ കിട്ടത്തില്ല എന്ന് പറയണം. ഗംഗാധരൻ പറഞ്ഞു, നിങ്ങൾ അന്യ വീട്ടിലേക്കൊന്നും അല്ല കയറി ചെല്ലുന്നേ, സ്വന്തം വീട്ടിലേക്കേ കയറി ചെല്ലുന്നേ, അതുകൊണ്ട് നാണം കണ്ട ആവശ്യമൊന്നുമില്ല.
രാജീവൻ പറഞ്ഞു അതെ, പെട്ടെന്ന് പോകണമെന്ന് പറയുന്നില്ല, 1-2 ദിവസം കൂടെ ഇവിടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ അറിയാലോ. ഇതൊക്കെ കേട്ടപ്പം ബബിതയ്ക്ക് രോഹിത്തിന് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. രണ്ടുപേരും പരസ്പരം നോക്കി. ബബിത ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി. പിന്നാലെ രോഹിത്തും കൂടെ പോവുകയാണ്. പിന്നീട് രോഹിത്തും ബബിതയും ഹരിയും കൂടെ ആലോചിക്കുകയാണ്. രോഹിത്ത് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം, എന്തായാലും ഞാൻ ആ വീട്ടിലേക്കില്ല, എന്നെ തല്ലിക്കൊന്നാലും ശരി, നാണം കിട്ട ആ വീട്ടിലേക്ക് ഞാൻ പോകത്തില്ല, വേറെ എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങിപ്പോയാലും ശരി, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ. അത് കേട്ടപ്പോൾ ബബിതൻ പറഞ്ഞു എനിക്കും പോകാൻ പറ്റില്ലെന്ന് പറയാണ്. ഹരി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, നിങ്ങൾ എവിടെ നിൽക്കുക, നിങ്ങൾ ആരും നിർബന്ധിച്ച് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമല അങ്ങോട്ട് വന്നു. കമല വന്നിട്ട് എന്താ 3 പേരും കൂടെ? അമ്മേ ഞങ്ങൾ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. അല്ല അമ്മ ഇങ്ങോട്ട് കൂടിയിട്ടല്ല ഇവരോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞേ. എടാ ഇറങ്ങിപ്പോകാനായിട്ട് ആര് പറഞ്ഞു? അതെ, കടപ്പാട്ട് വീട്ടിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കാനല്ലേ പറഞ്ഞുള്ളൂ. എന്നാലും അമ്മേ അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴേക്കും ബബിത പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങോട്ട് നാണം കെട്ട് പോകാനായിട്ട് പറ്റില്ല ആൻറ്റി എന്ന് പറയണേ. കമല പറഞ്ഞു നിങ്ങൾ പോകണ്ട, ഒരു കാര്യം ഇവിടെ തന്നെ നിന്നോ. ഈ പറയുന്ന രാജീവനും ശിവേട്ടനും ഗംഗേട്ടനും ഒക്കെ അധികം വൈകാതെ തിരിച്ചു പോകും. പിന്നെ ഇപ്പം നിങ്ങൾ ഇവിടെ നിന്നാൽ എന്താ? പിന്നെ ബാലൻ തന്നെ അധികം വൈകാതെ നിങ്ങളെ കാണാതെ വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നോളും. അങ്ങനെ വന്ന് നിങ്ങളെ കാലെ കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയിക്കോളും. അതുവരെ ഇവിടെ നിൽക്കുക. രോഹിത് പറഞ്ഞു അച്ഛൻ വരുമെന്ന് തോന്നില്ല. ഇല്ലെങ്കിലോ വൈജയന്തി ഇറങ്ങൂലേ? വൈജയന്തി സുഖമായി കഴിയുമ്പോൾ ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു തീരുമാനം എടുക്കുക. എന്താണെങ്കിലും വൈജി ആ വീട്ടിലേക്ക് പോകുമെന്ന് തോന്നില്ല. അലീനുള്ള വീട്ടിൽ പോയി അവള് താമസിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവള് വേറൊരു വീടെടുക്കും. ആ വീട്ടിൽ പോയി നിങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാലോ. അതെല്ലാം നല്ല കാര്യം. അങ്ങനെ നോക്കിയാൽ മതി. അല്ല നിങ്ങൾ ആരുടെ മുന്നിൽ പോയി മുട്ടുകുത്തേണ്ട കാര്യമൊന്നുമില്ല. ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കമല അങ്ങോട്ട് പോയി. അപ്പോഴേക്കും ബബിത രോഹിത്തിനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാല്ലേ? ഹരി പറഞ്ഞു അത് ശരിയാ, അങ്ങനെ ചെയ്താൽ മതിയെന്നേ. അതിന് നിങ്ങൾ ഇത്രമാത്രം ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അമ്മയും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിറ്റ് ഔട്ടിൽ കൂടെ ഫോൺ വിളിച്ച് സംസാരിച്ച് നടക്കുവാണ്. കമല സുലോചനയാണ് വിളിച്ചത്. കമല സുലോചനയോട് പറഞ്ഞു സുലോചന നീ വേറെ ആരെങ്കിലും നോക്ക്, എനിക്ക് വന്ന് നിൽക്കാനൊന്നും പറ്റുന്നില്ല ഹോസ്പിറ്റലിൽ. സുലോചന പറഞ്ഞു അതെ, ഞാൻ സുനിതേച്ചി നിന്നും അടുത്തു. ഞങ്ങൾക്കാണെങ്കിലും വീടും കുടുംബമൊക്കെ ഉണ്ട്. എന്നും അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. കുട്ടികളുടെ കാര്യമൊക്കെ നോക്കണം. കമല പറഞ്ഞു ഇവിടുന്ന് ഞാൻ എങ്ങനെയാ വരുന്നേ? ഇവിടെ ഒരു ജോലിക്കാരി വരും, തൂത്ത് അടച്ച് വൃത്തിയാക്കിയിട്ട് പോകും. പിന്നെ അത്യാവശ്യം പാത്രമെല്ലാം തേച്ച് കഴുകി തുണിയൊക്കെ കഴിയും. ബാക്കി വെച്ചു വളർന്നതൊക്കെ ഞാൻ തന്നെ വേണ്ട ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോഴേക്കാണ് മണിശങ്കർ അങ്ങോട്ട് വരുന്നത്. പിന്നീട് സുലോചന പറഞ്ഞു ആരെങ്കിലും നോക്ക്, ഞാൻ വെച്ചേക്കുവാന്ന് പറഞ്ഞ് കമല കോള് കട്ട് ചെയ്തു. അങ്ങനെ മനു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു സുലോചനയെ വിളിച്ചേ, ഹോസ്പിറ്റലിൽ പോയി നിൽക്കാമെന്ന് ചോദിച്ചോണ്ട്. ആ അമ്മയ്ക്കെന്താ, അമ്മ പോയി നിൽക്കാൻ പറയണ. ഞാൻ പോയിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരും നോക്കൂടാ. അല്ല 2 പെണ്ണുങ്ങളുണ്ടല്ലോ അവിടെ വേറെ, ഭാവിതേം രഞ്ജു ഉണ്ടല്ലോ, അവര് നോക്കട്ടെ. ബെസ്റ്റ്. 2 വല്ലതും ഉണ്ടാക്കാറിയോ? കുന്തം ഉണ്ടാക്കാറിയാന്ന് പറയണം. അത് ആരുടെ കയ്യിലെ കുഴപ്പാ? രഞ്ജുവിനൊന്നും ഒന്നും വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലാത്ത അമ്മയുടെ കയ്യിലെ കുഴപ്പം കൊണ്ടല്ലേ സംഭവിച്ചേ. ഒരു കാര്യം ചെയ്യേ, അവരോട് ആരോടെങ്കിലും ഒരു ദിവസം പോയി നിൽക്കാൻ പറ. രഞ്ജു ഒരു ദിവസം പോയി നിൽക്കട്ടെ. എടാ അവൾക്ക് പഠിക്കണ്ടേ? അപ്പം അങ്ങനെയാണെ ബബിത പോട്ടെ. എടാ അവൾക്ക് കോളേജിൽ പോകണ്ടേ? കൊള്ളാം, ഇതൊന്നും പറ്റില്ലല്ലേ? പിന്നെ അമ്മ കൂടുതൽ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അലീനയ്ക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാൻ 100 സമ്മതമായിരുന്നു. അതിനെ ആൻറ്റി സമ്മതിക്കുന്നില്ല. ആൻറ്റിയെ നോക്കാനായിട്ട് ഇപ്പം ഇവിടെ ആർക്കും ഒരു സമ്മതമല്ല താനും. മനുഷ്യങ്ങൾ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും കമല പറഞ്ഞു ഒരു കാര്യം ചെയ്യടാ, നിനക്ക് അത്ര വലിയ ഉരുക്കമാണ് നീ അങ്ങോട്ട് പോയി നിൽക്ക്. അല്ല അലീന ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ബൈസ്റ്റാൻഡറായിട്ട് നിന്ന് നിനക്ക് നല്ല പരിചയമുള്ളതല്ലേ, നീ പോയി വൈജയെ നോക്കാൻ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം മണിശങ്കരൻ നല്ല ദേഷ്യം വന്നു. മണിശങ്കർ പറഞ്ഞു അമ്മയാന്നൊന്നും നോക്കത്തില്ല, എൻ്റെ വായിന്ന് വല്ലതും കേൾക്കും. പറഞ്ഞു കേട്ടല്ലോ, ഞാൻ പോയി നോക്കണം പോലും. നാണമുണ്ട് അമ്മയ്ക്ക് പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മണിശങ്കർ ദേഷ്യപ്പെടുവാണ്. ആ സമയത്ത് കമല പറഞ്ഞു പിന്നെ അലീന കിടന്നായിരുന്നെ നീ പോയി നോക്കിയാനല്ലോ. പിന്നെ അലീന കിടന്നാൽ ഞാൻ പോയി നോക്കും. അവൾക്ക് ആരും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പോയി നോക്കിയെന്ന് പറഞ്ഞു. ഇപ്പൊ അവൾക്ക് എല്ലാവരും ഉണ്ടല്ലോ, അച്ഛനുണ്ട്, കുടുംബമുണ്ട്, എല്ലാവരും ഉണ്ട്. അവൾക്ക് ഒരു നാണോന്ന് പറയാൻ സാധനം ഇല്ലെന്ന് പറഞ്ഞു. മണിശങ്കർ പറഞ്ഞു അമ്മ എന്തിനമ്മയെ ദേഷ്യപ്പെടുന്നേ? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് നീ. അവള് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നും പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളി അകത്തേക്ക് കയറിപ്പോയി കമല അങ്ങോട്ട്. മണിശങ്കറിന് നല്ല ദേഷ്യവും വന്നു, അതുപോലെ തന്നെ സങ്കടം വന്നു അമ്മയുടെ ഈ സ്വഭാവം കണ്ടിട്ട്. പിന്നീട് മണിശങ്കർ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ സൗദാമിനും മുത്തശ്ശിയുടെ മുറി ചെന്നിപ്പോൾ മുത്തശ്ശി ചോദിച്ചു നീ വന്നോ? അല്ല നീ ജോലിക്ക് പോയിട്ടോ? ആഴ്ചയിലെ 3 ദിവസം പോകാതിരിക്കാൻ പറ്റില്ല.
മുത്തശ്ശി. അതുകൊണ്ടാ പോയെന്ന് പറയണം. അല്ലടാ നീ വന്നിട്ട് വല്ലതും കഴിച്ചോടാ മോനെ. എവിടുന്ന്? വന്നപ്പോ തന്നെ കമലമ്മയായിട്ടൊന്ന് ഉടക്കിന്ന് പറയണേ. എന്തിന്? ഇന്നെന്തായിരുന്നു പ്രശ്നം? പ്രത്യേകിച്ച് പ്രശ്നത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ. അലീനയുടെ കാര്യം പറഞ്ഞിട്ട് ഒന്ന് ഉടക്കിയത്. അലീനയുടെ കാര്യം പറഞ്ഞിട്ടോ? അതേന്നേ, എന്ത് ചെയ്യാനാ? വായിജാൻറ്റി അവിടെ നോക്കാനായിട്ട് ആരുമില്ല. അലീനയ്ക്ക് പോയി നിൽക്കാൻ സമ്മതമോ? പക്ഷേ ആൻറ്റിക്ക് സമ്മതമല്ലോ. പിന്നെ അമ്മയോടൊന്ന് പോയി നിൽക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്ക് പോയി നിൽക്കാൻ സമയമില്ല പോലും. ഈ പറയുന്ന സുലോചനാൻറ്റി ഗോവർദ്ധൻ അങ്കിളൊക്കെ തന്നെയല്ലേ അവിടെ നിന്ന് നോക്കുന്നത്. അവരെത്രയെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അമ്മയോടൊക്കെ പോയി നിൽക്കാൻ പറഞ്ഞാൽ അമ്മയ്ക്കൊന്നും പോയി നിൽക്കാൻ പോലും പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, അല്ലേലും അവളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാടാ. അല്ല, ഈ കൈതയ്ക്ക വീട്ടില് മുത്തശ്ശിക്ക് സുഖമാണെന്ന് ചോദിച്ചു. എടാ എന്ത് ചെയ്യാനാന്ന് പറ. ഇപ്പം നിന്റെ അച്ഛനും പിന്നെ വല്യച്ഛനൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം കമല എന്നോട് പോരിന് വരുന്നില്ല. അവരങ്ങോട്ട് പോയി കഴിയുമ്പം കണ്ടോ പൂതന വേഷം കെട്ടി അവൾ ഇവിടെ കിടന്ന് ആടൂന്ന് പറയണം. അത് കേട്ടതും മരി ചിരിച്ചു. അല്ല, കടപ്പാട്ട് വീട്ടിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ടോ? എടാ അതെങ്ങനെയാടാ ശരിയാകുന്നേ? എനിക്കിനി അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുമോ? എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വൈജയന്തി വിളിച്ചോണ്ട് വന്നതല്ലേ. അത് മാത്രമല്ല, അങ്ങനെ കയറി ചെല്ലുന്നത് ശരിയാണോ? അലീന എന്നെ നോക്കുമെന്ന് ചോദിച്ചു. അല്ല, ഞാൻ റെക്കമെൻഡ് ചെയ്താലോ? ഏയ് അത് ശരിയാവത്തില്ലടാ. അലീനയ്ക്ക് എന്നോട് ദേഷ്യം കാണും. ബാലേന്ദ്രനും അങ്കിളിന് എന്തായാലും ദേഷ്യമില്ല. അങ്കിളിന് അങ്ങനെ ദേഷ്യപ്പെടാനൊന്നും പറ്റില്ല. പിന്നെ അലീനയുടെ കാര്യം അവൾ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഏയ് അവള് പഴയ പോലെ ഒന്നും അല്ലല്ലോടാ. അവളിപ്പം അവിടുത്തെ ആളല്ലേ, അല്ലാതെ ജോലിക്കാരി ഒന്നും അല്ലല്ലോ. മുത്തശ്ശി അവിടെയാ മുത്തശ്ശിക്ക് തെറ്റിയത്. അവൾ എത്ര ജോലിക്കാരിയാണോ എത്ര വലിയ ആളാന്ന് പറഞ്ഞാലും അവളിപ്പോഴാ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് പഴയ പോലെ തന്നെ നിൽക്കുന്നേ. അവൾ ഒരിക്കലും ഒരു അധികാരം എടുക്കാനൊന്നും അവിടെ പോയിട്ടൊന്നുമില്ല. അത് മുത്തശ്ശിക്ക് മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അവിടെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ എഴുന്നേറ്റ് നടന്നേനം. അലീന എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? എടാ നീ വൈജയെ കയറി കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ആൻറ്റിയെ കണ്ടിട്ടാ വരുന്നത്. എങ്ങനെയുണ്ടടാ അവക്ക്? ഇപ്പോൾ കുഴപ്പമില്ല. താടിയിലൊരു ഒട്ടീര് മാത്രമേ ഉള്ളൂ. സർജറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാക്കി മുഖത്ത ഇതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ കാല് രണ്ടും അനക്കാൻ പറ്റില്ല. 4 PVC പൈപ്പിനകത്ത് ഇട്ടിരിക്കുന്ന പോലെ അതേ ഒരു അവസ്ഥയിലാണ് കാല് വെച്ചിരിക്കുന്നത്. അനക്കാൻ പറ്റില്ല. എങ്ങനെയും കുറച്ച് നാൾ പിടിക്കുമെന്ന് പറയണം. എന്ത് ചെയ്യാനാ? എൻ്റെ മോളുടെ ഒരു കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മണിശങ്കർ പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയണം. വല്യച്ഛൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരത്തില്ലായിരുന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞിട്ട് മനു ഇങ്ങോട്ടേക്ക് പോയി. കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരമാനും പോകാനായിട്ട് ബാക്കി എടുത്തുകൊണ്ട് വരുവാണ്. രാജീവിന് ശിവശങ്കരനും ചെന്നിട്ട് പറഞ്ഞു, ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന അക്കൊരു ധൈര്യമായിരുന്നു പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, അതെന്താ? അല്ല, വൈജയുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടെ. എടാ അതൊന്നും ഓർത്ത് നീയൊന്നും വിഷമിക്കണ്ട. അതതിൻ്റെ രീതിക്ക് അങ്ങോട്ട് വിട്ടാൽ മതി. വൈജയുടെ സ്വഭാവം അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവൻ പറഞ്ഞു, എന്നാലും ഏട്ടാ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ തലയിലേക്കൊന്നും കയറത്തില്ല. പക്ഷേ ഏട്ടനുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. ഗംഗാധരൻ പറഞ്ഞു, സാരമില്ല, തൽക്കാലത്തേക്ക് വൈജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പൊ കണ്ടില്ലേ ബാലേന്ദ്രൻ അലീനയെ നോക്കുന്നുണ്ടോ? ബാലേന്ദ്രൻ അലീനയെ നോക്കുന്ന പോലെ നമുക്ക് അവളെ നോക്കാൻ പറ്റുമോ? ഒരിക്കലും നോക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അലീനയുടെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ അധികം നാൾ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ലല്ലോ. ശിവശങ്കരൻ പറഞ്ഞു, അടുത്ത ആഴ്ച ആകുമ്പത്തേനും ഞങ്ങളും അങ്ങോട്ട് പോകും ഗംഗേട്ട. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിക്കണമെന്നുണ്ട്. ഗംഗാധരൻ പറഞ്ഞു, വൈജയുടെ കാര്യം അറിയാലോ. വൈജി എന്ത് പറഞ്ഞാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വന്നാലും ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കണം. നമ്മൾ ബാലേന്ദ്രൻ്റെ കൂടെ നമ്മൾ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കണം. അല്ല, ഞാൻ പോകുന്ന വഴിക്ക് ബാലേന്ദ്രൻ്റെ അടുത്ത് കയറിയിട്ടാണ് പോകുന്നത്. ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടോ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.